രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ സർക്കാർ ജീവനക്കാർക്കിടയിലുള്ള അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യോഗി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു മാനവ സമ്പത്ത്. അതായത് മാനവ സമ്പത്ത് എന്ന് പറയുന്ന പോർട്ടൽ വഴി സർക്കാർ ജീവനക്കാർ തങ്ങളുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തണമെന്നായിരുന്നു ആ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 31 ഈ സ്വത്തുക്കൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ളതായിരുന്നു. 8,46,640 സർക്കാർ ജീവനക്കാരുള്ള ഉത്തർപ്രദേശിൽ ഈ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയത് 6,02,075 ജീവനക്കാരാണ്. ബാക്കി വരുന്ന 2,44,000 വരുന്ന ജീവനക്കാർ ഈ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ല, അപ്ലോഡ് ചെയ്തില്ല. ഇതേ തുടർന്ന് അവരുടെ ശമ്പളം യോഗി സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നു. ഏതായാലും റവന്യൂ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാരാണ് അധികവും ഇത്തരം സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താറുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് കൊട്ടാര സദൃശ്യമായ ഒരു കെട്ടിടം പണി നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാർത്ത വന്ന മലയാളി കണ്ണും തള്ളി ഇരിക്കുമ്പോഴാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അവബോധമുണ്ടാക്കുന്നതും എങ്ങനെയെന്ന് ഈ വാർത്തയിൽ നിന്നും കണ്ടറിയാൻ കഴിയും. ഏതായാലും 2,44,000 സർക്കാർ ജീവനക്കാർക്ക് സ്വത്ത് വെളിപ്പെടുത്താതെ ശമ്പളമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.